മമ്മി, ഒരു സംഭവം നടക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഈ വീട്ടിലൊരു പൊട്ടിത്തെറി ഉണ്ടാവും. എന്താ കാര്യം? മമ്മി, ഹരിത നന്ദിനിയോട് മുറി ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ടെന്താ, അവള് പറ്റില്ലെന്ന് പറഞ്ഞു? പറ്റില്ലെന്ന് പറയാനോ? ഹരിതയുടെ അടുത്ത്. എന്റെ മമ്മി, അവള് പറയുന്ന ഓരോ വാക്കുകളും എന്തൊരു ഷാർപ്പാണെന്നറിയാവോ? നന്ദിനി ഇപ്പൊ അവളുടെ റൂമിലുണ്ട്. അത് മാത്രല്ല മമ്മി, വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നന്ദിനിയോട് ഹരിതയുടെ മുറിയിൽ കിടക്കാൻ പറഞ്ഞിരിക്കുക. അതെന്തിന്? എന്തിനാന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ ഹരിതയുടെ ക്യാരക്ടർ വെച്ചിട്ട് അവളെ നാണം കെടുത്താനാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതെങ്ങനെ ശരിയാവും? സൂര്യ വന്നാ അവളെ അന്വേഷിക്കില്ലേ? ഈ കാര്യം നന്ദിനി പറഞ്ഞു. സാറ് വന്ന് ചോദിച്ചിട്ട് സാറിന്റെ അനുമതി ഉണ്ടെങ്കിൽ കിടക്കാൻ പറ്റുള്ളൂന്ന്. അപ്പോ ഹരിത പറഞ്ഞത് സൂര്യ വന്ന് ചോദിച്ചാ എന്താ പറയണ്ടേന്ന് അവൾക്കറിയാന്ന്. മമ്മി, ഒരു സംശയം വേണ്ട. ഇന്നത്തെ രാത്രിയോടെ നന്ദിനി അവള് പൊളിച്ചടുക്കും. നാളെ മുതൽ ഹരിതയുടെ മുൻപിലെന്നല്ല, നമ്മുടെ ആരുടെ മുൻപിൽ നിൽക്കാനുള്ള ധൈര്യം നന്ദിനിക്ക് ഉണ്ടാവില്ല. അവളെ ചങ്കൂറ്റുള്ള കുട്ടിയാ. അവളോട് അങ്ങനെ പെട്ടെന്ന് തർക്കിച്ച് ജയിക്കാനൊന്നും ആർക്കും കഴിയില്ല. മമ്മി, എന്തൊക്കെ പറഞ്ഞാലും അങ്കിളിന്റെ കുടുംബം നമ്മുടെ വീട്ടിലേക്ക് വന്നത് ഒരു ഭാഗ്യം തന്നെയാ. അതിലേറ്റവും പ്രധാനം ഹരിത വന്നതാ. നമുക്ക് സാധിക്കാത്തതാ അവള് ചെയ്യുന്നേ. ഏട്ടന്റെ മുമ്പിൽ നിൽക്കാനോ തർക്കിക്കാനോ ഒരു മടിയുമില്ല. സൂര്യ ആരുടെയെങ്കിലും മുൻപിൽ ഉത്തരം മുട്ടി നിൽക്കുന്നത് മമ്മി കണ്ടിട്ടുണ്ടോ? അവിടെയാണ് ഹരിതയുടെ മിടുക്ക്. എടീ, മിടുക്കുണ്ടാവും. അവൾ എന്റെ ആങ്ങളുടെ മോളല്ലേ. മാത്രമല്ല, അവള് കുഞ്ഞുനാള് മുതല് ആരെ മാതൃകയാക്കുന്നെന്നാ പറഞ്ഞേ? എന്നെ. അപ്പോ എന്റെ ബ്ലഡിലുള്ളത് അവള് കാണിക്കണ്ടേ? മമ്മിയുടെ ബ്ലഡിലുള്ളത് ഞങ്ങള് മക്കളല്ലേ കാണിക്കേണ്ടത്? നിങ്ങൾ എന്തോന്ന് കാണിച്ചു? സൂര്യയുടെ കയ്യിൽ നിന്ന് മാറി മാറി തല്ല് വാങ്ങുന്നതല്ലാതെ അവളെ എന്തേലും ഒന്ന് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കേ അവനെ പേടിയാ. ഹരിതയ്ക്ക് അതില്ല. ഞാൻ നിർത്തിയെടുത്ത് നിന്നാ അവളിപ്പോ തുടങ്ങിയിരിക്കുന്നത്. അവളെ ജൂനിയർ പത്മ എന്ന് വിളിച്ചാലും അത്ഭുതമൊന്നുമില്ല. വലിയ കാര്യമായിട്ട് മമ്മിയോട് ഇത് വന്ന് പറഞ്ഞ് ഞങ്ങളെ വേണം തല്ലാൻ. ആരെങ്കിലും ഒരാൾ ഒരു കാര്യം ചെയ്താ ഉടനെ ഞങ്ങളെങ്ങ് തള്ളി പറയും. അത് മോശമായിപ്പോയി മമ്മി. ഞങ്ങൾ വിചാരിച്ചാൽ എന്താ, അവള് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ലേ? നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. ദേ, ഈ 4 മുട്ടുണ്ടല്ലോ, നിന്നങ്ങ് വിറയ്ക്കും. അവളെ സ്റ്റേറ്റ്സിൽ നിന്ന് വന്നതാ. അവള് പഠിച്ചതും വളർന്നതും കളിച്ചതും ഒക്കെ അവിടെയാ. അപ്പോ അവൾക്ക് സൂര്യ എന്നല്ല ഒരുത്തനെയും പേടിയുണ്ടാവില്ല. അയ്യോ, എന്റെ കുടുംബം എന്റെ കൂടെ നിന്നില്ലെങ്കിലും രക്തബന്ധമെങ്കിലും എന്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ. അതാ എനിക്ക് സന്തോഷം. വേദേ, നമുക്ക് പോവാം. ഇനി കൂടുതൽ നിന്നാലേ ഹരിതയെക്കുറിച്ച് പുസ്തകം എഴുതി കൈ തരും മമ്മി. നിങ്ങൾക്ക് പരാതി തോന്നിയിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഒന്നിന്റെ ഒരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല. ഉണ്ടോ? പണം ഉണ്ടായിരുന്നു, സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവളെപ്പോലെ ആവാൻ നിങ്ങൾക്ക് പറ്റിയോ? ഇല്ല. ഇനിയെങ്കിലും കണ്ടു പഠിക്കാൻ നോക്ക്, എങ്ങനെ ആയിരിക്കണം പെൺകുട്ടികളെന്ന്.